കൊള്ളായിരുന്നു. ഇതുവരെ കാണാത്ത ജയറാമിനെ നമ്മൾ കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഇമോഷണലി കണക്ട് ആവത്തില്ല. ചുമ്മാ ജസ്റ്റ് സീൻ ബൈ സീൻ ആയിട്ട് ഒരു വീക്ക് സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നിപ്പോകും. അതിൻ്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് ഭയങ്കര കിടിലമായിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. നല്ല അടിപൊളി ഇൻട്രോ ആയിരുന്നു. പടം കൊള്ളായിരുന്നു. ഇതുവരെ കാണാത്ത ജയറാമിനെ നമ്മൾ കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. മമ്മൂട്ടിയുടെ റോൾ അടിപൊളിയാണ്. മമ്മൂട്ടി ചെറിയ ഗസ്റ്റ് റോളാണ്, പക്ഷേ മമ്മൂട്ടിയുടെ റോൾ അമ്മാതിരി റോളാണ്. നല്ല കോസംസ് ഒക്കെ വരുന്ന റോളുകളാണ് കൊടുത്തേക്കുന്നത്. ഇതുവരെ കാണാത്തൊരു മിഥുമാനിൽ വേറൊരു മോഡൽ പടമാണ് ചെയ്തത്. അഞ്ചാം മാതിരി കണക്കല്ല, വേറെ വെറൈറ്റികളൊക്കെ ഉണ്ട്. പടം കൊള്ളാം. നല്ല ഫസ്റ്റ് ഹാഫും നല്ല എൻഗേജിങ് ആണ്. സെക്കൻഡ് ഹാഫും കൊള്ളാം. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ ത്രില്ലിംഗ് ഉണ്ട്. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഇതാണ്. ഒരുപാടുണ്ട് പടം. ലാഗും അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പടം അടിപൊളിയായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അഞ്ചാം മാതിരി അത്രയും ലെവൽ എത്തിയിട്ടില്ല, പക്ഷേ അതിൻ്റെ വേറൊരു മോഡൽ പടം അതേ കണക്കല്ല. വേറൊരു മോഡൽ പടം മിഥുമാനിൽ ചെയ്തേക്കുന്നത് പറഞ്ഞായിരുന്നു. അതേ കണക്കായിരുന്നു. ഇമോഷണലി കണക്റ്റാണ്. മമ്മൂട്ടിയുടെ റോളൊക്കെ അടിപൊളിയായിരുന്നു. മമ്മൂട്ടി ചെറിയ റോളാണ്, ആ റോളൊക്കെ അടിപൊളി ഗസ്റ്റ് റോളായിരുന്നു. പടം അടിപൊളിയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഇമോഷണലി കണക്ട് ആവത്തില്ല. ചുമ്മാ ജസ്റ്റ് സീൻ ബൈ സീൻ ആയിട്ട് ഒരു വീക്ക് സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നിപ്പോകും. എങ്കിലും സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഒരു ഗസ്റ്റ് റോളുണ്ട്. ഗസ്റ്റ് റോളിൽ ആ ഇൻട്രോ തൊട്ട് കിടിലോട്ടാണ് പോകുന്നത്. ത്രില്ലിംഗ് എലമെൻറ്റ് കുഴപ്പമില്ല, ഓക്കെയാണ്. ബട്ട് ഇതിനകത്ത് ഓൾറെഡി എല്ലാവരും വന്നൊരു ഫാക്ടറാണല്ലോ, അറിയാമല്ലോ. അതിൻ്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് ഭയങ്കര കിടിലമായിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. നല്ല അടിപൊളി ഇൻട്രോ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറി ലൈൻ കൊണ്ടുപോയിരിക്കുന്നതും നല്ല രീതിയിലാണ്. പിന്നെ എല്ലാവരും കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചാം മതിരായിട്ടോ, ഒരിക്കലും അത് ചെയ്യേണ്ട. അത് വേറൊരു സിനിമയായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പടം കിട്ടും. മേക്കിംഗ് സൈഡും ബീജിംഗ് സൈഡും ഒക്കെ ഉണ്ടായിരുന്നു. BGM പൊളിയാണ്. ഞാൻ ലാസ്റ്റ് ക്രെഡിറ്റ്സ് മൊത്തം തീർന്നിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കേട്ടോണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു കിടിലം BGM ഒക്കെയാണ്. പിന്നെ അത്ര ഹൈപ്പുള്ള BGM ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ അത് വരുമ്പോഴത്തേക്ക് അതിനുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. പടം ഇമോഷണലി കണക്ട് ആവുന്നുണ്ടോ? ഇമോഷണലി കണക്ട് ആവും. നല്ലോണം തന്നെ. ത്രില്ലിംഗ് എലമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സൂപ്പറാണ്. ലാഗൊന്നുമില്ല പറഞ്ഞത്. നല്ല BGM കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. സൂപ്പർ. അടിപൊളി പടം. അടിപൊളി പടം. നല്ല ത്രില്ല. ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. സ്ക്രിപ്റ്റ് നമുക്ക് കുറച്ച് വീക്കാണെന്ന് തോന്നി ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അത് ആ ഒരു കുറവ് നമുക്ക് മറക്കുന്ന രീതിയിലാണ് സെക്കൻഡ് ഹാഫ്. ത്രില്ലിംഗ് എലമെൻറ്റ് ഫസ്റ്റ് ഹാഫിൽ ബാക്ക് ടു ബാക്ക് ആയിട്ട് ക്രൈം നടന്ന് പോകുന്നുണ്ട്. അഞ്ചാം പാതിര ലെവൽ ഒന്നും വരുന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ അഞ്ചാം പാതിരയിലെ ഫിഡ്ജറ്റ് സ്പിന്നറിൻ്റെ ആ ഒരു വില്ലിൻ്റെ ലെവൽ പോലും എത്തിയില്ല എന്ന് നമുക്ക് തോന്നിക്കും. പക്ഷേ എങ്കിലും നമുക്ക് ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ മനസ്സിലാവും എന്തിനാണ് ഫസ്റ്റ് ഹാഫ് ഇത്ര ഇങ്ങനെ കഥ പറഞ്ഞു പോയെന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എല്ലാം ജയറാം മമ്മൂട്ടി എല്ലാം നല്ല പെർഫോമൻസ്. ത്രില്ലിംഗ് എലമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ നല്ല പടമാണ്. ഇമോഷണലി കണക്ട് ആവുന്ന പടം. ഇമോഷണലി കണക്ട് ആവും. നല്ല പടം.